PSG വീണ്ടും വീണ്ടും അതായത് രണ്ടാമതും ചാമ്പ്യൻസ് ലീഗ് തൂക്കിയതിന് ഒരു കാരണക്കാരനുണ്ട്. ആ കാരണക്കാരനെ കുറിച്ചും ചാമ്പ്യൻസ് ലീഗിന്റെ 2025-26 ഫൈനലിൽ ആഴ്സണൽ PSG ഇവരെ എല്ലാം കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഒഫീഷ്യലായിട്ടും വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് യൂട്യൂബ് ചാനലാണ്. സോ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ദ ക്ലബ്. യെസ് ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത്, പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി PSG ഫാൻസ് അല്ലെങ്കിൽ അതിനോടൊരു സൈഡിൽ നിൽക്കുന്നവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ PSG ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വാക്ക് ഓവർ ആയിരിക്കും, ആഴ്സണലിനെ അടിച്ച് തൂഫാനാക്കും, ഇന്റർ മിലാനിന് സംഭവിച്ചത് കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നത് കണ്ടു. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോവും എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം ആഴ്സണൽ ശരിയാണ്, ഈ പറയുന്ന പോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ തോറ്റെങ്കിലും ദേ വർ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു അവർക്ക് ഈ സീസൺ എന്നുള്ളതാണ്. അപ്പം ആ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആരാണ് ഇതിന് കാരണക്കാരൻ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാട്ടോ. അതിന് മുന്നേ എനിക്ക് ഈ ഒരു മാച്ചിൻ്റെ പെട്ടെന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, കളി തുടങ്ങുന്നതിന് മുമ്പ് വരേക്കും ഒരുവിധം എല്ലാവരും വിചാരിച്ചിരുന്നത് ചാമ്പ്യൻസ് ലീഗിലെ ഈ ഫൈനലിലെ ആദ്യ ഗോൾ അടിക്കാൻ പോകുന്നത്, ഓപ്പൺ ഗോൾ അടിക്കാൻ പോകുന്നത് PSG ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് രണ്ടും തെറ്റിച്ചു എന്നുള്ളതാണ്. ആദ്യ ഓപ്പൺ ഗോളും ആദ്യ ഗോളും അടിച്ചത് ആരാണ്? ഈ പറയുന്നത് പോലെ തന്നെ ആഴ്സണലാണ് എന്നുള്ളതാണ്. അത് മാച്ചിൻ്റെ ഒരു തുടക്ക സമയത്തെല്ലാം PSG പല കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കളിച്ചത് ആഴ്സണലാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരുന്നതും PSG എന്ന് പറയുന്ന ടീമിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ടിൽ ദി എൻഡ് ദേ വിൽ ഫൈറ്റ്. അത് അവസാനം വരേക്കും ടീമായി നിന്ന് തന്നെ അവർ അടി ഉണ്ടാക്കും എന്നുള്ളതാണ്. അടി ഉണ്ടാക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അടി ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫൈനൽ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം, എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ വീണ്ടും എവിടേക്ക് പോകുന്നത്, ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകുന്നത്. ആൻഡ് അതും ഒരൊറ്റ ഗോളിൻ്റെ ഡിഫറൻസിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ PSG ജയിച്ച് കപ്പടിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചാമ്പ്യന്മാരാവുകയാണ് ആര്? PSG സംബന്ധിച്ചിടത്തോളം ദേ ആർ ഹാവിങ് ദെയർ ഗോൾഡൻ എറ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു 2 സീസൺ, 2 വർഷം അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരാവുന്നു. അവർക്ക് വേണ്ട ട്രോഫികളെല്ലാം അവർ നേടിയെടുക്കുന്നു. ക്ലബ് വേൾഡ് കപ്പ് അവർക്ക് അടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരുടെ ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് PSG പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ബാഴ്സ ആരാധകനായതുകൊണ്ടും PSG ചൊറിഞ്ഞ് വീഡിയോ ഇട്ടതുകൊണ്ടും, PSG അല്ല, എംബാപ്പയെ ചൊറിഞ്ഞ് വീഡിയോ ഇട്ടതുകൊണ്ടും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാൻ ആ എംബാപ്പയുടെ പേര് പറയും എന്നുള്ളതാണ്. പക്ഷേ PSG ഏറ്റവും അധികം ഇത് കിട്ടാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് ലൂയിസ് എൻട്രിക്കെ എന്ന് പറയുന്ന കോച്ച് തന്നെയാണ്. അത് അൺഡൗട്ടബിളി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്ന് ആ ക്ലബിന്, ഇപ്പോൾ പല കോച്ചുമാരുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളെ കൊണ്ടുവരാനടക്കം ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു? PSG പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ PSG വേണ്ടിയിരുന്നത് നല്ല കോച്ചും നല്ലൊരു ടീമുമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത് നല്ല കോച്ചിൻ്റെ അണ്ടറിൽ കളിക്കാൻ പറ്റിയ നല്ല താരങ്ങളായിരുന്നു. അത് കിട്ടിയതോടെ ലൂയിസ് എൻട്രിക്കെ കാണിച്ചു കൊടുത്തു PSG. ശരിയാണ്, ഫ്രഞ്ച് ലീഗിലാണ്, ഈ പറയുന്ന പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബിലെ ഏറ്റവും വലിയ ടൂർണമെൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് അടിച്ച് യൂറോപ്പിലെ രാജാക്കന്മാരാവാനും ഈ പറയുന്ന പോലെ തന്നെ അവിടെ 2 വർഷം ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പോൾ ആ കാര്യമൊക്കെ അവർ നല്ല രീതിയിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അതുകൊണ്ട് നമുക്ക് ആഴ്സണലിനെ കുറച്ച് കാണാൻ പറ്റും. ഇതൊരു വലിയ ചോദ്യമാണ്. ഞാൻ ആഴ്സണലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ പെനാൽറ്റിയിലെ അവസാന പെനാൽറ്റി വരേക്കും ദേ ഹാവ് ഗിവൺ എവറിത്തിങ്. PSG പോലത്തെ ഒരു ടീം, ഓപ്പൺ ഗോളുകൾ അടിക്കേണ്ട ടീം, അത് എത്ര ഡിഫെൻസീവ് ടീമാണെങ്കിലും ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ഗോൾ അടിക്കുന്ന ടീമിന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ അവർക്കാണ് കൂടുതൽ. ഫൈനൽ തേർഡിലേക്ക് വന്നിട്ടുള്ളത് അവരാണ്. ഈ പറയുന്ന പോലെ അറ്റാക്കിംഗ് കൂടുതൽ ചെയ്തിട്ടുള്ളവരാണ്. വിങ്ങുകളിൽ കൂടുതൽ അവരായിരുന്നു. എല്ലാം കൊണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അവർ തന്നെയായിരുന്നു മുന്നിൽ. പക്ഷേ ആ മുന്നിൽ നിന്നവരെ ഒരൊറ്റ ഓപ്പൺ ഗോൾ, പെനാൽറ്റി അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സത്യത്തിൽ PSG സമ്മതിക്കാതെ പൂട്ടി പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരേക്കും എത്തിയ ആഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദേ ആർ ഈക്വൽ ടു ദ ചാമ്പ്യൻസ് എന്നുള്ളതാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. പക്ഷേ മറ്റേ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ജയിച്ചവനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുകയുള്ളൂ, ചാമ്പ്യൻ എന്ന് വിളിക്കുകയുള്ളൂ. തോറ്റവനെ എന്നും രണ്ടാമനായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. സോ അത് ഞാനതാ പറഞ്ഞത്, ആഴ്സണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം തോറ്റെങ്കിൽ പോലും ആ തോൽവിയിൽ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് കളിച്ച് പെനാൽറ്റിയിലാണ് അവർ തോറ്റുപോയത് എന്നുള്ളതാണ്. അത്രയും ഫൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം മോശം സീസണൊന്നുമല്ല. കാരണം പലപ്പോഴും അവരെ ബോട്ട്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും പ്രീമിയർ ലീഗ് അവരടിച്ച ഒരു സീസണും കൂടെയാണ്. സോ ഐ തിങ്ക് അവർ ഇനി വരുന്ന വർഷങ്ങളിലും കറക്റ്റ് ചില ചേഞ്ചസ് ടീമിൽ വരുത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതും കൂടെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിന് അടിക്കാൻ പറ്റുന്ന ടീം, നല്ലോണം ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ടീം വരുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ എംബാപ്പയെ കുറിച്ച് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് വിഷമം തോന്നിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇനി എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.